ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനി വുമൺ എന്ന് പറയുന്ന കാതറിൻ ടൈനാൻ്റെ പോയട്രിയിൽ നിന്ന് +2 ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കാറുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് 8 മാർക്കിൻ്റെ ചോദ്യം. അതായത് ഒരു +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ ചോദ്യമായിട്ട് കാണുന്നത് കമ്പാരിസൺ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് രണ്ട് പോയട്രി, നമുക്ക് പഠിക്കാനുള്ളൊരു പോയട്രി നമ്മളത് ഓൾറെഡി പഠിച്ചതാണല്ലോ. സോ അതിൻ്റെ ടൈറ്റിൽ തരും, പ്ലസ് ഏതെങ്കിലും നമ്മൾ ഇതുവരെ കാണാത്തൊരു പോയട്രിയും കൂടി തരും. പുതിയൊരു പോയട്രിയുടെ ഫുൾ എന്താ പറയുക, പോയട്രി ലൈൻസ് തന്നിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള പോയട്രിയുടെ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ച കാര്യമാണ്, അത് പിന്നെ അവർ തരേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പോയംസും കമ്പയർ ചെയ്ത് എഴുതണം. 8 മാർക്സിൻ്റെ ചോദ്യമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എനി വുമൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ് എന്ന് കരുതിക്കൊണ്ട് വേറെ ഒറ്റ പോയംസൊന്നും ചോദിക്കില്ല എന്ന് മീനിങ് ഇല്ല. ഏതൊക്കെ വർഷമാണ് എനി വുമൺ എന്നുള്ള പോയട്രിയിൽ നിന്ന് കമ്പാരിസൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതേപോലെ തന്നെ ബാക്കി എല്ലാ പോയംസും കമ്പാരിസൺ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കാം. ഐ സ്പിൻ ദ കർട്ടൻസ്, വാർപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെറ്റ്. ഇലാബറേറ്റ് ഓൺ ദ ഐഡിയ ഓഫ് ദി അബവ് ലൈൻസ്. ഈ വരികൾ എനി വുമൺ എന്നുള്ള വരികളാണ്. 4 മാർക്സിന് ഈ വരികളെ പറ്റി നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഏത് പോയം ആണ്, ആരാണ് ഇതിലെ പോയറ്റ്, പിന്നെ ഈ പറയുന്ന വരികളുടെ മീനിങ് എന്താണെന്നുള്ളത് എഴുതണം. ഇനി പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരുന്നത് 2022 കമ്പയർ ചെയ്യാനുള്ള ചോദ്യമാണ്. കമ്പയർ ദ പോയം സൈലൻറ്റ് സ്ട്രോങ് ഡാഡ് വിത്ത് എനി വുമൺ. സൈലൻറ്റ് സ്ട്രോങ് ഡാഡ് എന്ന് പറഞ്ഞിട്ടൊരു പോയം അവർ തന്നിട്ടുണ്ടായിരുന്നു. ആ പോയട്രി നമുക്ക് പഠിക്കാനുള്ളതും തമ്മിൽ കമ്പയർ ചെയ്യാണ്. 8 മാർക്സിൻ്റെ ചോദ്യമായിരുന്നു അത്. അടുത്തത് തന്നെ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് റിംഗ് ദർ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാൻഡറിങ്. ഹൂ ഈസ് റെഫർ ടു ആസ് ഐ ഇൻ ദി പാസേജ്. ഇവിടെ ഐ ആം ദ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉറപ്പായിട്ടും വുമനെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മദർ, അല്ലെങ്കിൽ സ്പീക്കർ, അല്ലെങ്കിൽ പോയിറ്റ് എന്നൊക്കെ പറയാം. വിച്ച് വേർഡ് ഇൻ ദ ലൈൻസ് മീൻസ് റോപ്പ്. ഇവിടെ റോപ്പ് എന്നൊരു മീനിങ് വരുന്ന ഒരു വാക്കുണ്ട്, അത് ഏതാണ്? അതിൻ്റെ ആൻസർ ഏതാണ്? എൻ്റെ ആൻസർ ടെതർ എന്നാണ്. അടുത്ത ചോദ്യം 2021 ചോദിച്ച ചോദ്യമാണ്. ആൻഡ് ദ ഫയർ അപ്പോൺ ദ ഹെർത്ത് ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ ആൻഡ് ദ ഹീറ്റ് ദറ്റ് വാംസ് ദ എർത്ത് വിച്ച് എൽസ് വെർ കോൾഡ് ദാൻ എ സ്റ്റോൺ. ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദീസ് ലൈൻസ്? വുമൺ തന്നെയാണ്, അല്ലെങ്കിൽ മദർ എന്ന് എഴുതാം. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ സ്റ്റാൻസ. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത് എന്ന് പറയുന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? മെറ്റഫറാണ്. ഇവിടെ മദറിനെ എന്താ, അടുപ്പിലെ ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീയാണ് അല്ലേ, ഹേർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പ്, അടുപ്പിലെ തീ പോലെയാണെന്ന് കമ്പാരിസൺ ചെയ്തേക്കാണ്. അവിടെ ലൈക്കും ആസും ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ കമ്പയർ ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റഫർ എന്നുള്ള പൊയറ്റിക് ഡിവൈസ് ആണ്. ഫൈൻഡ് ദ ഇമേജ് ഓർ ഫ്രേസ് ദാറ്റ് കൺവേസ് ദി ഐഡിയ ഓഫ് ലൈഫ്ലെസ്നെസ് ആൻഡ് ഇൻആക്ടിവിറ്റി. ഇവിടെ എന്താ പറയുക, ലൈഫ്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ ജീവനില്ലാത്ത, അല്ലെങ്കിൽ ഇൻആക്റ്റീവാണ് എന്ന് കാണിക്കുന്ന ഫ്രേസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് അത് ഏതാണ്? വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. കോൾഡർ ദാൻ എ സ്റ്റോൺ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇലാബറേറ്റ് ഓൺ ദ മെയിൻ ഐഡിയാസ് കൺവേഡ് ഇൻ ദീസ് ലൈൻസ്. ഈ വരികളിലെ മെയിൻ ഐഡിയ എന്താണ്? സോ ഇതിനകത്ത് കണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യന് 1 മാർക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ അഗെയിൻ 1 മാർക്ക്, തേർഡ് ക്വസ്റ്റ്യനും 1 മാർക്ക് തന്നെ. ബട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ ഐഡിയ ഇലാബറേറ്റ് ചെയ്യുന്നതിന് 2 മാർക്സ് ആണ്. ദെൻ 2021 ചോദിച്ച വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം. In the first stanza of the poem Any Woman, the woman is considered as the fire, the light and the heat. In the absence of the woman, a house will be as cold as a stone. Do you agree with this statement? Write your opinion in a paragraph. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ 1 പാരഗ്രാഫിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പോയട്രിയുടെ ഫസ്റ്റ് ആൻസറിൽ വുമൺ പറയുകയാണ്. വുമൺ എങ്ങനെയൊക്കെയാണ്? ഫയറാണ്, അതേപോലെ ലൈറ്റാണ്,
ഹീറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വുമൺ ഇല്ലെങ്കിൽ ഒരു വീട് സ്റ്റോണിനേക്കാൾ കല്ലിനേക്കാൾ തണുത്തിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഐഡിയാസ് വെച്ച് നിങ്ങളൊന്ന് പറയണം. നിങ്ങളിതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ആർ സ്റ്റഡിങ് ഇൻ എ റെസിഡൻഷ്യൽ സ്കൂൾ. നിങ്ങളൊരു ബോർഡിംഗ് സ്കൂൾ പോലെ ഒരു സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ്. ദ വുമൺ ഇൻ ദ പോയം എനി വുമൺ ഇവോക്സ് ഇൻ യു മെമ്മറീസ് ഓഫ് യുവർ മദർ വിത്ത് ഹോം യു ഹാവ് ക്വാറൽഡ് ഫോർ സിലി തിങ്സ്. അപ്പോൾ ഈ പോയട്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മയെ ഓർമ്മ വരാണ്. നിങ്ങൾ പക്ഷേ അമ്മയുമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിണങ്ങിയിട്ടുമുണ്ട്. ദിസ് ബോദേഴ്സ് യു എ ലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയട്രി വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയെ ഓർത്തപ്പോൾ കുറച്ചൊരു വിഷമം വന്നു. റൈറ്റ് എൻ ഇമെയിൽ ടു യുവർ മദർ ടെല്ലിങ് ഹെർ ഹൗ മച്ച് യു മിസ് ഹെർ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എത്രമാത്രം നിങ്ങൾ മദറിനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിലാണ് അയക്കേണ്ടത്. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ബോക്സിലാണിത് എഴുതേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. ഇമെയിൽ എന്ന ഹെഡിങ് കൊടുത്തു. പിന്നെന്താണ്, ടു അഡ്രസ്, CC, BCC, സബ്ജക്റ്റ്, പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുകയാണ് ഇവിടെ. ഡിയർ മദർ, ഡിയർ മോം, ഡിയർ അമ്മ, വാട്ട് എവർ, അതെങ്ങനെയാ വെച്ചാൽ കൊടുക്കാം. ദെൻ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. ഓക്കെ, ആ ഒരു ബോഡി പാർട്ടിൽ കാര്യങ്ങളെല്ലാം എഴുതുക. ദെൻ ലാസ്റ്റ് കൺക്ലൂഷനിൽ ഞാൻ അമ്മയുടെ മറുപടി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ പേര്, ദെൻ ഒരു അഡ്രസ്സ് കൊടുക്കണം. നമ്മളുടെ അഡ്രസ്സ് എന്തായാലും കൊടുക്കാം, അമ്മയ്ക്കാണെങ്കിലും സ്റ്റിൽ ആ ഒരു അഡ്രസ്സ് കൊടുക്കാം. അതിനുശേഷം ഫോൺ നമ്പറും ഫ്രം അഡ്രസ്സും കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇമെയിൽ എഴുതേണ്ടത്. 7th ക്വസ്റ്റ്യൻ, അതായത് അന്ന് ചോദിച്ച 2021 ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കമ്പയർ ദ പോയം എനി വുമൺ വിത്ത് ദ പോയം ക്ലിയർ ആസ് സൺഷൈൻ. ക്ലിയർ ആസ് സൺഷൈൻ എന്ന് പറയുന്ന ഒരു പോയട്രിയോട് എനി വുമൺ എന്ന് പറയുന്ന പോയം കമ്പയർ ചെയ്യാനാണ് 8 മാർക്സിൻ്റെ ചോദ്യം. ദെൻ 2020 അഗെയിൻ സെയിം ചോദ്യം തന്നെ വന്നിട്ടുണ്ട്. കമ്പയർ ദ പോയം എനി വുമൺ വിത്ത് മൈ മദേഴ്സ് ഗാർഡൻ. അടുത്തത് 2019 ചോദിച്ച ചോദ്യം, ഇലാബറേറ്റ് ദി ഐഡിയ conveyed in the lines given below. I am the pillars of the house, the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. ഈ വരികളുടെ ഐഡിയ എന്താണ്, ഈ വരികളുടെ മീനിങ് എന്താണെന്നുള്ളത് എഴുതണം. 4 മാർക്സ്. 2018 ചോദിച്ച ചോദ്യം, കമ്പയർ ദ പോയം എനി വുമൺ വിത്ത് ദ പോയം ദ ഹാർട്ട് ഓഫ് എ വുമൺ. ദ ഹാർട്ട് ഓഫ് എ വുമൺ എന്ന് പറയുന്ന പോയം എനി വുമൺ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള പോയട്രിനോട് കമ്പയർ ചെയ്യാൻ 8 മാർക്സിൻ്റെ ചോദ്യമായിട്ട് തന്നെ ചോദിച്ചു. 2017 8 മാർക്സിൻ്റെ ചോദിച്ചത് നമ്മുടെ പോയട്രി ദ സാഡ് മദർ എന്ന് പറയുന്ന പോയട്രിനോട് കമ്പയർ ചെയ്യാനാണ്. എഗെയിൻ 2016 കമ്പയർ ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചതാണ്. റോക്ക് മീ ടു സ്ലീപ്പ് എന്ന് പറയുന്ന പോയട്രിയോട് എനി വുമൺ എന്ന് പറയുന്ന പോയട്രി കമ്പയർ ചെയ്യണം. അപ്പോൾ കണ്ടോ, 2016 ഈ ചോദ്യം തന്നെയാണ്. 17 18 പിന്നെ 20 21 ദെൻ 22 കണ്ടോ. പക്ഷേ 23 24 എനി വുമൺ കമ്പയർ ചെയ്യാനല്ല ചോദിച്ചത് എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എനി വുമൺ കമ്പാരിസൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും മറ്റുള്ള പോയട്രിയും കമ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മെൻഡിങ് വോളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ പോയംസും പഠിച്ചിട്ട് തന്നെ പോകണം. +2 എല്ലാ പോയംസും പഠിക്കാനുള്ളത് നന്നായി പഠിക്കാം. കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, thank you for watching.